കേട്ടിടയതിലുണ്ട് അഭിയത് വർണ്ണമതാം പിണ്ടണ്ടും അശ്വതുമാമേ സദത കുടൈ കോൾ പൊങ്കും തിരുകരമാർ അതിനബി തൻ തോളർ വിശ്രബിലീന്താർ അവരത് തരിമിടി ചെയ്താറ്റൽമും ബില്ലദിലയാകൈ വലമുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ സഹാബികളെ കൂട്ടി ഒരുമിച്ച് കൂട്ടി യാത്ര പുറപ്പെടുന്നത്. എത്രയാണ് നമ്മൾ കണക്ക് പറഞ്ഞത്? 305 സഹാബികളെയും കൂട്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുകയാണ്. നമുക്ക് നമ്മുടെ കച്ചവട സംഘത്തെ പിടിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കൈവശം ആയുധങ്ങളില്ല. മോയിക്കുട്ടി വൈദ്യുതി പറയുന്ന നോക്ക് നിങ്ങൾ, ഒരു കൗലിൽ ആരണ്ടും അതിൽമികും അതിനബിപൂണ്ടേ അവരിലെ അടവസയൂഫേട്ടുണ്ട് തിസ്അരിമാൻ മഹദോടി പേരുന്നം ഇളബദിനാത്താ ചന്മലകരമില്ലേന്തി പിന്നെ ഫർസുകളുണ്ട് അതിലെ മദനുടയോർ തങ്ങൾക്ക ഇരുപരിതാമേ. പരിമിതങ്ങളായ 305ഓളം സഹാബികൾക്ക് ഉള്ള ആയുധങ്ങളാണ് നമ്മൾ പറയുന്നത്. അതത് 9 പടയങ്കി 9 പറയണം കേട്ടോ. പടയങ്കി 9, മറ്റൊരു റിപ്പോർട്ടിൽ 6 അല്ലെങ്കിൽ 9 പടയങ്കി. പിന്നെയോ ആ പടയങ്കയിൽ തന്നെ ദാത്തുൽ ഫുദൂൽ ഏറ്റവും നല്ല പടയങ്കി അണിഞ്ഞിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പടയങ്കി. അതാണ് ദാത്തുൽ ഫുദൂൽ എന്ന് പറയുന്ന പടയങ്കി. പിന്നെയോ 8 വാള് സുയൂഫ്, 8 വാള് 9 കുന്തം. മറന്നു പോകരുത്, ആയുധങ്ങൾ മറന്നു പോകരുത്. 305 പടയാളികൾക്ക് എത്രയാ വാള്? വെറും 8. പതിനീകളുടെ ചരിത്രമാണ്. വെറും 8 വാള്, 9 കുന്തങ്ങൾ, അതുപോലെ തന്നെ 6-9 പടയണികൾ. ഈ ആയുധവുമായിട്ടാണ് അവർ പോകുന്നത്. പിന്നെയോ കുതിര, എത്ര കുതിര? ഫർസുകൾ 5 കുതിര, 70 ഒട്ടകം. മറന്നുപോലല്ലോ, 70 ഒട്ടകം. മക്കളാരില്ലേ മദ്രസ കുട്ടികളുടെ? ഫർസ് 5 കുതിര, 70 ഒട്ടകം, 8 9 കുന്തം. ഇതാണ് പടയണി. 6 അല്ലെങ്കിൽ 9 ഈ പടയണിയാണ്. ഇതാണ് അവരുടെ ആയുധം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ യാത്ര പുറപ്പെടട്ടോ. യാത്ര പുറപ്പെടുന്ന രൂപം എങ്ങനെയാ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് ഒരു വെളുത്ത പതാക എടുക്കുന്നു. 3 കൊടിയാണുള്ളത്. വെളുത്ത പതാക എടുക്കുന്നു. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആ പതാക പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് രസമാണ് അത് കാണാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് നോക്ക്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന ആ ചന്ദ്രൻ, അതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നതാരാ? ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. തന്റെ കയ്യിലുള്ള പതാക അതേതാണ്? വെളുത്ത പതാക. അത് സമാധാനത്തിന്റെ ചിഹ്നമാണ്.
ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ അതാ മറ്റൊരു പതാക എടുക്കുന്നു. അത് കറുത്ത പതാകയാണ്. എന്നിട്ട് വിളിക്കുന്നു, അയിന അലി, എന്റെ അലി എവിടെ? തങ്ങളുടെ സമീപത്തിലേക്ക് വന്നിട്ട് അലിയാര് പറയുന്ന നബിയേ, ഞാനിതാ. ഉടനെ റസൂലുള്ളാഹി തങ്ങളുടെ കൈകൊണ്ട് കറുത്ത പതാക അലിയാര് കയ്യിൽ കൊടുക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ മുന്നിൽ ഏതാ മക്കളെ പതാക? വെളുത്ത പതാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പതാക എടുക്കുന്നു, റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു. പിന്നെ കറുത്ത പതാക എടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? അലി റളിയല്ലാഹു അൻഹു. മറ്റൊരു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു കറുത്ത പതാക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, റസൂലുള്ളാഹിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു റളിയല്ലാഹു നിൽക്കുന്നു, വെളുത്ത പൊടി പിടിച്ചു നിൽക്കുന്നു. റസൂലുള്ളാഹിന്റെ ഇടത്തും വലത്തുമായി അലിയും സഅദ് റളിയല്ലാഹു അൻഹും കറുത്ത പതാകയും പിടിച്ചു നിൽക്കുന്നു.